അഡ്രിയാൻ റിച്ചിൻ്റെ ഡൈവിങ് ഇൻ ടു ദ റെക്ക് എന്നുള്ള പോയമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അഡ്രിയാൻ റിച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെക്കൻഡ് വേവ് ഓഫ് ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ആളായിരുന്നു അഡ്രിയാൻ റിച്ച്. അതുപോലെ 1972 ഈ കവിത എഴുതപ്പെടുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ചേഞ്ചസ് നടക്കുന്ന ആ ഒരു സമയത്താണ് ഈ ഒരു വ്യക്തി മുന്നോട്ട് വരുന്നത്. മാത്രമല്ല ഇവർ കൂടുതലായിട്ടും കവിതകളിലൂടെ ആയിക്കോട്ടെ സോഷ്യലി ആയിക്കോട്ടെ കൂടുതലായിട്ടും വാദിച്ചിരുന്നത്, അഡ്വക്കേറ്റ് ചെയ്തിരുന്നത് ട്രഡീഷണൽ ജെൻഡർ റോൾസ് ഓഫ് വുമൺ അതിനെ ചാലഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇക്വാലിറ്റി വേണം, അതുപോലെ ഐഡൻറ്റിറ്റി, എല്ലാവർക്കും അവരുടേതായ ഐഡൻറ്റിറ്റി ഉണ്ട് എന്ന് വാദിക്കാനുമായിരുന്നു കൂടുതലായിട്ട് ഇവർ ശ്രമിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു പോയത്തിൽ ഡൈവിങ് ഇൻ ടു ദ റെക്ക് എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് പല രീതിയിൽ ഈ പോയത്തെ ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഒരു ഫെമിനിസ്റ്റിക് വ്യൂവിലാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഈ പോയത്ത് വേണമെങ്കിൽ അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസസിനെ കണക്ട് ചെയ്തിട്ടും പറയാൻ വേണ്ടി സാധിക്കും. കാരണം ജീവിതത്തിലെ പ്രശ്നങ്ങളെ നമ്മൾ ഒറ്റയ്ക്ക് നേരിടണം എന്നുള്ള രീതിയിൽ ഈ പോയത്തിൽ വരുന്നുണ്ട്. അത് നമ്മളൊരു മെറ്റഫോറിക്കലായിട്ടാണ് ഈ പോയം മൊത്തം പോകുന്നത്. അതായത് ഇതിലെ സ്പീക്കർ എന്ന് പറയുന്നത് ഒരു സ്കൂബ ഡൈവിങ്ങിന് വേണ്ടി പോവാണ്. സ്കൂബ ഡൈവിങ് എങ്ങനെയാണ്, നമ്മൾ ഒരു ഷിപ്പിൽ എന്തെങ്കിലും ഒക്കെ ആയിട്ട് ഒരു ചെറിയ ബോട്ടിൽ പോയിട്ട് അതിൻ്റെ പ്രത്യേക ഡ്രസ്സൊക്കെ ധരിച്ച് വെള്ളത്തിലേക്ക് എടുത്ത് ചാടും അല്ലേ. അപ്പോൾ അതിൻ്റെ താഴെ എന്ത് കാണാൻ പറ്റും? കോറൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ചിലപ്പോൾ അവിടെ അടിയിൽ എന്തെങ്കിലും ഷിപ്പ് തകർന്നതോ എന്തെങ്കിലും ഫോസിൽസോ ഒക്കെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതുപോലെ നമ്മുടെ അഡ്രിയാൻ റിച്ചും അല്ലെങ്കിൽ ഈ പോയത്തിൻ്റെ സ്പീക്കർ ഇതേപോലെ ഒരു സ്കൂബ ഡൈവിങ്ങിന് പോവാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ ആൻഡ് വാട്ട് ഷീ സോ ദെയർ, അവിടെ എന്തൊക്കെയാണ് കണ്ടത്, പിന്നെ അതിൽ നിന്നുണ്ടാകുന്ന റിയലൈസേഷൻ. ഇത്രയാണ് ഈ പോയത്തെ 3 ഭാഗമായിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഡൈവ് എന്ന് പറയുന്നത് മെറ്റഫറാണ്. ഈ ഡൈവിങ് ഇൻ ടു ദ റെക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? തകർന്നിരിക്കുക എന്നുള്ള അർത്ഥമാണ്. തകർച്ച, അതൊരു ഷെപ്പാവാം, എന്തും ആവാം. അപ്പോൾ അതിലേക്ക് ഡൈവ് ചെയ്ത് പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു മെറ്റഫറായിട്ടാണ് അതിനെ മീൻ ചെയ്യുന്നത്. ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെൽഫ് ഐഡൻറ്റിഫിക്കേഷൻ, അതായത് സ്വയം ഉള്ളിനെ തിരിച്ചറിയുക എന്നുള്ളതിനെ മെറ്റഫോറിക്കലായിട്ട് മീൻ ചെയ്തിരിക്കുകയാണ്. സോ ഡൈവിങ് ഇൻ ടു ദ ഡെപ്സ് മീൻസ് എ സെൽഫ് ജേർണി ടു ആ ട്രാൻസ്ഫോർമേഷൻ. ആ ജേണി കഴിഞ്ഞ് വരുമ്പോൾ പുതിയൊരു മനുഷ്യനായിട്ട് പോയിട്ട് വരികയാണ്. സോ ഈ പോയത്തിന് ഒരുപാട് മീനിങ് നമുക്ക് കൊടുക്കാമെന്ന് ഓൾറെഡി പറഞ്ഞു. ഇനി നമുക്ക് സ്റ്റാൻസ ബൈ സ്റ്റാൻസ എക്സ്പ്ലനേഷൻ നോക്കാം. ഫസ്റ്റ് സ്റ്റാൻസ: First, having read the book of myths and loaded the camera and checked the edge of the knife blade, I put on the body armor of black rubber, the absurd flippers, the grave and awkward mask. I am having to do this not like Cousteau with his Assiduous team aboard the sun-flooded schooner, but here alone. ഇതാണ് ഫസ്റ്റ് സ്റ്റാൻസ. ഫസ്റ്റ്, ഹാവിങ് റെഡ് ദ ബുക്ക് ഓഫ് മെത്സ്, അതായത് നമ്മളൊരു യാത്രക്ക് പുറപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരുപാട് പുസ്തകങ്ങളൊക്കെ റിസർച്ച് ചെയ്താണ് പോവുക അല്ലേ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് പോവുക. അതേപോലെ ഇവിടെ നമ്മുടെ പോയറ്റ് സ്പീക്കർ എന്ത് ചെയ്യാണ്? ബുക്ക് ഓഫ് മിത്ത്, ഒരുപാട് മിത്തുകൾ, മിത്തിനെ നമുക്കിവിടെ സൊസൈറ്റിയിലെ റൂൾസായിട്ട് കാണാം. നമ്മൾ പറയാതെ തന്നെ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ റൂൾസൊക്കെ വായിച്ച് സെറ്റ് ചെയ്ത് ലോഡഡ് ദ ക്യാമറ, ഒരു ഡൈവിങ്ങിന് പോവാണ്, ക്യാമറയൊക്കെ ലോഡ് ചെയ്തു. അതുപോലെ തന്നെ നൈഫ് ബ്ലേഡ് എന്ത് ചെയ്തു? ആ കയ്യിലുള്ള സാധനങ്ങളൊക്കെ പ്രിപ്പറേഷനൊക്കെ റെഡിയാക്കി. അതുപോലെ അണ്ടർ വാട്ടർ എക്സ്പ്ലോറേഷന് പോവാണ്. ആൻ അഡ്വഞ്ചറസ് ജേണി. ഐ പുട്ട് ഓൺ മൈ ബോഡി ആമർ ഓഫ് ബ്ലാക്ക് റബ്ബർ. ബ്ലാക്ക് റബ്ബർ കൊണ്ടുണ്ടാക്കിയ ബോഡി ആമർ, എൻ്റെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഉടുപ്പ് ഞാനിട്ടു. റബ്ബർ കൊണ്ട് എന്തിനാ? ബിക്കോസ് അത് ലൈറ്റ് വെയിറ്റ് ഒക്കെ ആയതുകൊണ്ടാണ്. ആൻഡ് അബ്സേർഡ് ഫ്ലിപ്പേഴ്സ് അല്ലേ. സ്കൂബ ഡൈവിങ്ങിന് പോകുമ്പോൾ സാധാ ഒരു ചെരുപ്പ് പോലെയുള്ള സാധനമല്ല ഉപയോഗിക്കുക, ഒരു ഫിഷിൻ്റെ ടെയിൽ പോലെയുള്ളതാണ്. അപ്പോൾ അതുപോലെയുള്ള അബ്സേർഡ് ആയിട്ടുള്ള ഫ്ലിപ്പേഴ്സ് ഞാൻ ധരിച്ചു. ഗ്രേവ് ആൻഡ് ഓക്വേർഡ് മാസ്ക്, അതുപോലെ തന്നെ ഓക്വേർഡായിട്ട് തോന്നുന്ന ഒരു നമുക്ക് ഇഷ്ടം തോന്നാത്ത രീതിയിലുള്ള ഒരു മാസ്കും കൂടി ധരിച്ചു. എന്തിനാണ്? ടു ഗിവ് ഓക്സിജൻ അല്ലേ. ഓക്സിജൻ നമുക്ക് കിട്ടാൻ വേണ്ടി ആ ഒരു മാസ്കും കൂടി ധരിച്ചു. അപ്പോൾ പ്രിപ്പറേഷൻ റെഡിയായി. ഐ ആം ഹാവിങ് ടു ഡൂ ദിസ് നോട്ട് ലൈക്ക് എ കോസ്റ്റോ വിത്ത് ഹിസ് അസീഡോസ് ടീം. അതായത് ഐ ആം ഹാവിങ് ടു ഡൂ ദിസ്,
ഞാനിത് ചെയ്യുന്നത് ആരെപ്പോലെയല്ല, കോസ്റ്റോയെ പോലെയല്ല, കോസ്റ്റോയും അദ്ദേഹത്തിൻ്റെ അസിഡുവസ് ടീമിനെയും പോലെ അല്ല. എന്ന് വെച്ചാൽ ഈ കോസ്റ്റോ എന്ന് പറയുന്നത് സ്കൂബ ഡൈവിങ്ങിൻ്റെ ഫാദറാണ്. ഓക്കെ, ഫാദർ ഓഫ് സ്കൂബ ഡൈവിംഗ് എന്നാണ് പറയുന്നത്. സ്കൂബ ഡൈവിങ് കണ്ടുപിടിച്ചതും അത് എന്താണ് പ്രചാരത്തിലൊക്കെ കൊണ്ടുവന്ന ഇദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹം വെൽ എക്യുപ്പൈഡായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വളരെ ലക്ഷൂറിയസ് ആയിട്ടായിരിക്കും പോകുന്നുണ്ടാവും അല്ലേ. ഹി ഹാവ് എ സ്ട്രോങ് ടീം ഓൾസോ. അപ്പോൾ അങ്ങനെയല്ല ഞാൻ പോകുന്നത്. അബോർഡ് ദ സൺ ഫ്ലഡഡ് ഷൂണർ ബട്ട് ഹിയർ അലോൺ. പക്ഷെ ഇവിടെ ഞാൻ എങ്ങനെയാണ്, ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്, അല്ലാണ്ട് എൻ്റെ കൂടെ കോസ്റ്റോയെ പോലെ ഒരു ടീമിനെയും കൂട്ടിയല്ല ഞാൻ പോകുന്നത് എന്ന് ഇവിടെ പോയിട്ട് പറയാണ്. അതായത് ഹർ ഐസൊലേഷനാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ഒരു സ്ത്രീ അവൾ ഒറ്റക്കാണ് സമൂഹത്തിൽ എന്നുള്ളൊരു എല്ലാ ചാലഞ്ചസിനെയും എല്ലാവരും ഒറ്റയ്ക്കാണ് നേരിടേണ്ടത്. അപ്പോൾ ഇവിടെ സ്കൂബ ഡൈവിംഗ് എന്ന് പറയുന്ന ഒരു ലൈഫായിട്ട് കാണുകയാണെങ്കിൽ ആ ലൈഫിലേക്ക് അവർ ഒറ്റയ്ക്കാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, എക്സ്പ്ലോർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ അഡ്വഞ്ചറസ് ജേർണി നേരിടാൻ പോകുന്നത്. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഗെറ്റിംഗ് മാരിഡ് ഇസ് ലൈക്ക് എ സ്കൂബ ഡൈവിങ് അങ്ങനെ വിചാരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഏറ്റെടുത്ത് ഒറ്റയ്ക്കാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു സ്ത്രീ കല്യാണത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്. അതുപോലെ ഓക്കെ. നെക്സ്റ്റ്, ദർ ഇസ് എ ലാഡർ. The ladder is always there, hanging innocently close to the side of the schooner. We know what it is for, we who have used it. Otherwise, it is a piece of maritime floors, some sun-dry equipment. Okay. അതായത് ദർ ഇസ് എ ലാഡർ. ഇവിടെ ഷൂണർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറിയൊരു തോണിയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പായ്ക്കപ്പൽ എന്നൊക്കെ പറയുന്ന സാധനം, അതിലാണ് എന്ത് ചെയ്യുക, തുഴഞ്ഞ് പോവുക, കാറ്റിൻ്റെ വേഗതയിൽ പോകുന്നു. അപ്പോൾ ദർ ഇസ് എ ലാഡർ. എന്തിനാണ് ലാഡർ? ടു ഗെറ്റ് ഇൻ ടു ദാറ്റ്. സോ ദ ലാഡർ ഈസ് ഓൾവേസ് ദെയർ, ഹാങ്ങിങ് ഇന്നസെൻ്റ്ലി ക്ലോസ് ടു ദ സൈഡ് ഓഫ് ദി ഷൂണർ. അതായത് ഈ ഷൂണറിൻ്റെ സൈഡിലായിട്ട് എന്തുണ്ട്, ഈ ഒരു ലാഡർ വളരെ ഇന്നസെൻ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ എപ്പോഴും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇറ്റ്സ് ഓൾവേസ് ദെയർ. ഹൂ ഹാവ് യൂസ്ഡ് ഇറ്റ്, വി നോ വാട്ട് ഇറ്റ് ഈസ് ഫോർ, വി ഹൂ ഹാവ് യൂസ്ഡ് ഇറ്റ്. അതെന്തിനാണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, അത് ഉപയോഗിച്ച എല്ലാവർക്കും അതെന്തിനാണെന്ന് അറിയാം. അതർവൈസ് അതറിയാത്തവർക്ക്, ഇല്ലെങ്കിൽ അങ്ങനെ അല്ലാത്തവർക്ക്, ഇറ്റ് ഈസ് എ പീസ് ഓഫ് മാരിടൈം ഫ്ലോസ്, സം സൺ-ഡ്രൈ എക്യുപ്മെൻറ്റ്. ഇതെന്താണ്, ഇല്ലെങ്കിൽ ഒരു മാരിടൈം ഫ്ലോസ് എന്താണ്, അവിടെ കടൽ തീരത്ത് കാണുന്ന ഒരു വസ്തു മാത്രമാണത്, ഒരു മാരിടൈം സംഭവം മാത്രമാണത്. സം സൺ-ഡ്രൈ എക്യുപ്മെൻറ്റ്, അതായത് സൂര്യൻ്റെ പ്രകാശത്തിൽ ഉണങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിട്ട് മാത്രമാണ് എന്തിനെ കാണുന്നത്, ആ ഒരു ലാഡറിനെ കാണുന്നത്. ഇവിടെ ലാഡറിന് പർപ്പസ് ഉണ്ട്. എപ്പോൾ? അതിന് യൂസ് ചെയ്യുന്നവർക്ക് അല്ലേ. ലാഡർ ആ ഷൂണറിൽ യൂസ് ചെയ്യുമ്പോഴാണ് അതിന് പർപ്പസ് ഉണ്ടാവുന്നത്. അല്ലാതിരിക്കുമ്പോൾ അതെന്താണ്, ഇറ്റ്സ് ആൻ അൺഫെമിലിയർ ഒബ്ജക്റ്റ് അല്ലേ. അതുപോലെയാണ് അത് വെറുതെ അവിടെ കിടക്കുന്ന ഒരു സാധനമായിട്ട് മാറും. ഒരു ഡെൻറ്റൽ ഫ്ലോസ് പോലെ അല്ലേ, പല്ലിൻ്റെ കുത്തുന്ന ഒരു കോല് പോലെ, ഇല്ലെങ്കിൽ വടി പോലെ, ഇല്ലെങ്കിൽ ഒരു മാരിടൈം എക്യുപ്മെൻ്റ് ആയിട്ട് അതവിടെ സൂര്യൻ്റെ വെളിച്ചത്തിൽ ഉണങ്ങിക്കിടക്കുന്ന ഒരു സാധനം പോലെ മാറും. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലൈഫിൽ ഡെയിലി ഉപയോഗിക്കുന്ന കാര്യങ്ങളുണ്ടാവും അല്ലേ. നമ്മളത് ഉണ്ടാകുമ്പോൾ അതിനൊരു വിലയുണ്ടാവില്ല. പക്ഷേ അത് നഷ്ടപ്പെടുമ്പോഴായിരിക്കും ആ സാധനത്തിന് ഇത്രയും ഗുണങ്ങളുണ്ടായിരുന്നു നമ്മളറിയാം. അതുപോലെയാണ് ഇവിടെ എന്ത്, ഈ ഷൂണറിൽ അടുത്തുള്ള ലാഡർ. ഓക്കെ, ഈ ലാഡർ ഉപയോഗിക്കുന്നത് ഈ തോണിയിലേക്ക് കയറാനും ഇറങ്ങാനും വേണ്ടിയിട്ടാണ്. പക്ഷേ അത് ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് എന്തായിട്ട് തോന്നും, അത് വെറും ഒരു ഉപകരണം, ഒരു കടലുമായി ബന്ധപ്പെട്ട ഒരു ഉപകരണം മാത്രമായിട്ട് തോന്നുള്ളൂ അല്ലേ. ലൈഫിൽ അങ്ങനെയാണ്. പല ആൾക്കാരെയും നമ്മൾ ആ ഒരു പർപ്പസിനാകുമ്പോൾ മാത്രമായിരിക്കും നമുക്ക് അറിയുന്നുണ്ടാവുക, ഇല്ലെങ്കിൽ നമ്മൾ അവർക്ക് ഒരു വാല്യൂം കൊടുക്കുന്നുണ്ടാവില്ല. സെയിം വേ ഇവിടെ ലാഡറിനെ അങ്ങനെ കമ്പാരിസൺ ചെയ്യാണ്. സോ ഇറ്റ് സിംപ്ലൈസസ് ദി എവറിഡേ ഒബ്ജക്ട്സ്, നമ്മുടെ ലൈഫിലുള്ള വസ്തുക്കളുമായിട്ട് കണക്ട് ചെയ്ത് പറയാണ്. നെക്സ്റ്റ്, ഇനി അവർ ഡൈവ് ചെയ്യാണ് കേട്ടോ. തോണിയിൽ എങ്ങോട്ട് പോയി, കടലിലേക്ക് പോയി. ഇനി അവിടെ നിന്നും എങ്ങോട്ടേക്ക് ചാടുകയാണ്, ഡൈവ് ചെയ്യാൻ വേണ്ടി വെള്ളത്തിലേക്ക് പോവാണ്. ഐ ഗോ ഡൗൺ, റങ് ആഫ്റ്റർ റങ്, and still the oxygen immerses me, the blue light, the clear atoms of our human air. I go down, my flippers cripple me, I crawl like an insect down the ladder, and there is no one to tell me when the ocean will begin. ഓക്കെ, അതായത് ഇനി അവർ ഓഷൻ്റെ അകത്തേക്ക് പോവാണ്, കടലിൻ്റെ അകത്തേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ലാഡറിലൂടെ വളരെ സൂക്ഷിച്ച് എന്ത് ചെയ്യാണ്, അവർ ഇറങ്ങി പോവാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഓക്സിജൻ അവർക്ക് അത്രയും നാൾ കിട്ടിയിരുന്ന സാധനം ഇപ്പം ഇനി എന്തിൽ വരികയാണ്, ട്യൂബിലൂടെ അവർക്ക് കിട്ടാൻ പോവാണ്. അതുപോലെ അവരുടെ ഫ്ലിപ്പേഴ്സ്, അവരുടെ ചെരുപ്പ് അവർക്ക് എന്താണ്, ഒരു കൺസ്ട്രെയിൻ പോലെ, ഒരു തടസ്സം സൃഷ്ടിക്കുന്ന പോലെയൊക്കെ അവർക്ക് തോന്നുന്നുണ്ട്.
ശരിക്കും അവരിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടെന്നാണ് പറയുന്നത്, ഒരു ഇൻസെക്റ്റ്, ഒരു പ്രാണി എങ്ങനെയാണോ ലാഡറിലൂടെ എഴഞ്ഞ് വരിക, അതുപോലെയാണ് അവർക്ക് എന്തിനാ തോന്നുന്നത്, അവർ ആ ഒരു ഡൈവിങ്ങിന് വേണ്ടി പോകുന്നതിനെ തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഐ ഗോ ഡൗൺ, ഞാൻ താഴോട്ട് പോവാണ്. റങ് ആഫ്റ്റർ റങ് ആൻഡ് സ്റ്റിൽ ദ ഓക്സിജൻ ഇമേഴ്സസ് മീ, ദ ബ്ലൂ ലൈറ്റ് വിത്ത് ക്ലിയർ ആറ്റംസ് ഓഫ് അവർ ഹ്യൂമൻ എയർ. എന്താണ് ആ ഹ്യൂമൻ എയർ അവർ എന്ത് ചെയ്യാണ്, ഇമേഴ്സ് ചെയ്യാണ്. ഐ ഗോ ഡൗൺ, മൈ ഫ്ലിപ്പേഴ്സ് ക്രിപ്പിൾ മീ, അവരുടെ ചെരുപ്പ് അവരെ ചെറുതായിട്ടൊന്ന് ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട്. അവിടെ ഒരു സിമിലിയാണ്. ഐ ക്രൗൾ ലൈക്ക് ആൻ ഇൻസെക്റ്റ് ഡൗൺ ദ ലാഡർ, ആ ലാഡറിൽ നിന്നും ഒരു ഇൻസെക്റ്റിനെ പോലെ ഞാൻ ഇറങ്ങുകയാണ്. ദർ ഇസ് നോ വൺ ടു ടെൽ മീ വെൻ ദ ഓഷ്യൻ വിൽ ബിഗിൻ. പക്ഷേ എനിക്ക് അറിയില്ല എപ്പോഴാണ് ഓഷ്യൻ തുടങ്ങുക എന്നുള്ളത്. അതായത് അവർ ആ ലാഡർ ഇറങ്ങുന്ന ദൃശ്യമാണ് പറയുന്നത് കേട്ടോ. ലാഡറിലൂടെ ആ കാലിലെ ആ ഒരു ഫ്ലിപ്പേഴ്സൊക്കെ ഇട്ട് അവർ താഴോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ എപ്പോഴാണ് ഈ ഓഷ്യൻ എത്തുക എന്ന് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല അവർക്ക്. ഷീ ഈസ് അലോൺ. ഓക്കെ, ആ ലാസ്റ്റ് 3 വരിയിലാണ് നമുക്ക് കറക്റ്റ് മീനിങ് കിട്ടുക. ദർ ഇസ് നോ വൺ ടു ടെൽ മീ വെൻ ദ ഓഷ്യൻ വിൽ ബിഗിൻ. ഓഷ്യൻ എപ്പോൾ തുടങ്ങുമെന്ന് എനിക്കറിയില്ല. നെക്സ്റ്റ് സ്റ്റാൻസ. First the air is blue and then it is bluer and then green and then black. I am blacking out and yet my mask is powerful. It pumps my blood with power. The sea is another story. The sea is not a question of power. I have to learn alone to turn my body without force in the deep element. എന്താ പറയുന്നത്? First the air is blue. Okay, ഫസ്റ്റ് എനിക്ക് ആകാശം എങ്ങനെയായിട്ട് തോന്നി, ബ്ലൂ കളറായിട്ട് തോന്നി. പിന്നെ കുറച്ചും കൂടി ബ്ലൂ ആയിട്ട് തോന്നി. പിന്നെ എനിക്കത് ഗ്രീനായിട്ടും പിന്നെ ബ്ലാക്കായിട്ടും തോന്നി. എന്ന് വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ നമ്മൾ പാനിക്കാവും അല്ലേ. അപ്പോൾ നമുക്ക് പല നിറങ്ങളായിട്ട് തോന്നും. ഇവിടെ ബ്ലാക്കിങ് ഔട്ട് എന്ന് വെച്ചാൽ ഐ ലോസ്റ്റ് മൈ കോൺഷ്യസ്നെസ്, ഐ വാസ് കൺഫ്യൂസ്ഡ്. ഓക്കെ, അതായത് അവരുടെ സ്കൂബ ഡൈവിങ്ങിലൂടെയുള്ള അവരുടെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഓക്കെ, കളർ എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. നമ്മൾ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകുന്തോറും എന്താവും, കളർ മാറി വരും. ബ്ലൂ ഡാർക്ക് ബ്ലൂ ആവും, ഗ്രീൻ ആവും, ബ്ലാക്ക് ആവും. ഓക്കെ, ആ സമയത്ത് മൈ മാസ്ക് ഇസ് പവർഫുൾ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എൻ്റെ മാസ്ക് എന്താണ്, എൻ്റെ ഓക്സിജൻ മാസ്ക് വളരെ പവർഫുള്ളാണ്. എന്നെ അതെന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് പംപ്സ് മൈ ബ്ലഡ് വിത്ത് പവർ. അതെന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ ബ്ലഡിനെ പവർ വരുത്തുന്നുണ്ട്. ഇറ്റ് പ്രൊവൈഡ്സ് മീ എന്താണ്, ഓക്സിജൻ. സോ ഐ എം ഗെറ്റിംഗ് എംപവേർഡ്, ഐ എം ഗെറ്റിംഗ് എ പവർ ടു എക്സ്പ്ലോർ മോർ അല്ലേ. അപ്പോൾ നമ്മൾ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല, നമ്മൾ തോറ്റു കൊടുക്കാൻ പാടില്ല എന്ന് പറയാണ്. ഓക്കെ, ലൈഫിൽ പല സിറ്റുവേഷൻസ് വരും അല്ലേ, സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും. അപ്പോൾ ആ സമയത്ത് നമ്മൾ തകർന്നു പോയി എന്ന് തോന്നരുത്. അവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ എന്തുണ്ടാവും, ഒരു പവർ തരുന്ന വസ്തു ഉണ്ടാവും. സീ ഈസ് ദ അനദർ സ്റ്റോറി. കടലെന്ന് പറയുന്നത് വേറൊരു സ്റ്റോറിയാണ്. നമ്മൾ ലൈഫായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവർ ലൈഫ് ഇസ് എ സ്റ്റോറി. ഇറ്റ്സ് നോട്ട് എ ക്വസ്റ്റ്യൻ ഓഫ് പവർ. അതെന്തല്ല, ഒരു ക്വസ്റ്റ്യൻ ഓഫ് പവർ അല്ല. ഐ ഹാവ് ടു ലേൺ അലോൺ. ഞാൻ ഒറ്റയ്ക്ക് പഠിക്കണം. ടു ടേൺ മൈ ബോഡി വിത്തൗട്ട് ഫോഴ്സ് ഇൻ ദ ഡീപ്പ് എലമെൻറ്റ്. എന്താണ്, എൻ്റെ ബോഡിയെ ഫോഴ്സ് ഇല്ലാണ്ടും എന്താണ് ഡീപ്പ് എലമെൻ്റായിട്ട് അതിനെ കാണാൻ എനിക്ക് പറ്റണം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാത്തിനെയും സെൽഫ് ഡിസ്കവർ ചെയ്യണം. നമ്മുടെ ലൈഫിൽ വരുന്ന പ്രോബ്ലങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്തേണ്ട ആരാണ്, നമ്മൾ തന്നെയാണ് അല്ലേ. നമ്മളെ കൊണ്ട് മാത്രമേ അത് പറ്റുള്ളൂ. സോ നമ്മുടെ ചുറ്റുപാടുള്ള സാഹചര്യങ്ങളെ നമ്മൾ കുറ്റപ്പെടുത്തിയിരിക്കാണ്ട് വി ഹാവ് ടു സെൽഫ് ഡിസ്കവർ. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മുടെ നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ ഹ്യൂമൻ ബോഡീസ് ആർ വൾണറബിൾ അല്ലേ. കടലിൽ നമുക്ക് സ്വയമായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷേ അവിടെ നമ്മൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ, സ്വയം നമുക്ക് നാവിഗേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ, നമ്മുടെ സ്വന്തം ഫിസിക്കൽ ഫോഴ്സ് മെൻ്റൽ ഫോഴ്സ് കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് വാട്ട് സീ ടോട്ട് ഹെർ. ആൻഡ് നൗ ഇറ്റ് ഈസ് ഈസി ടു ഫോർഗെറ്റ് വാട്ട് ഐ കെയിം ഫോർ. Among so many who have always lived here, swaying their crenellated fans between the reefs and besides, you breathe differently down here. എന്താ പറയുന്നത്, ആൻഡ് നൗ ഇറ്റ് ഈസി ടു ഫോർഗെറ്റ് വാട്ട് ഐ കെയിം ഫോർ. എന്താണ്, ഇപ്പോൾ എനിക്ക് എന്തിനാണ് വന്നത് എന്ന് മറക്കാൻ പറ്റുന്നൊരവസ്ഥയിലാണ് ഞാൻ ഉള്ളത് എന്ന് പറയുന്നത്. ഷീ ലോസ്റ്റ് ഹർ പേർപ്പസ്. എന്താണ് ചെയ്യുന്നത് ജീവിതത്തിൽ, നമുക്ക് അങ്ങനെ തോന്നുമല്ലേ, എന്താണ് ചെയ്യേണ്ടത് എന്ന് തോന്നുന്ന ആ ഒരു അവസ്ഥയുണ്ടാവും അല്ലേ. സ്റ്റക്കായി പോകുന്ന അവസ്ഥയുണ്ട്, കൺഫ്യൂസ്ഡ് ആവുന്ന അവസ്ഥയുണ്ടാവും. തൻ്റെ ചുറ്റുമുള്ള ആൾക്കാരുടെ ഇടയിൽ താൻ എന്തിനാണ് ജീവിക്കുന്നത് എന്നുള്ള ആ ഒരു കാര്യം അവൾ എന്താണ് മറന്നുപോയി എന്ന് പറയാണ്. ഇവിടെ കടലിലാണെങ്കിൽ താൻ എന്തിനാണ് കടലിൽ ഇറങ്ങിയത്
ഡൈവ് ചെയ്യുന്ന എന്തിനാണെന്ന് മറന്നു പോകുന്ന അവസ്ഥ. ഓക്കെ, സോ ഇവിടെ ക്രെനലേറ്റഡ് ഫാൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എ സെൻസ് ഓഫ് നാച്ചുറൽ എൻവയോൺമെൻറ്റ് പെർഹാപ്സ് സജസ്റ്റിംഗ് പ്രസൻസ് ഓഫ് സീ ലൈഫ് ഓർ വെജിറ്റേഷൻ. അതായത് കടലിലെ ഈ കാഴ്ചകൾക്കിടയിൽ താൻ എന്തിനാണ് വന്നത് എന്ന് അവൾ മറന്നുപോയി എന്ന് പറയാണ്. ബിസൈഡ്സ് യു ബ്രീത്ത് ഡിഫറെൻ്റ്ലി ഡൗൺ ഹിയർ. മാത്രമല്ല അവിടെ വേറൊരു രീതിയിലാണ് അവരെന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്. അതായത് കടലിൻ്റെ അടിയിലെ കാഴ്ചകൾ, ആ കടലിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത് അവിടുത്തെ ജീവികൾക്ക് ഇണങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ സ്പീക്കർ എന്ത് ചെയ്യാണ്, കടലിലേക്ക് എടുത്ത് ചാടി സ്കൂബ ഡൈവിങ് ചെയ്യാണ്. അപ്പോൾ അവരൊരു പ്രത്യേക രീതിയിൽ വന്നിട്ടാണ് ഈ കാഴ്ചകൾ കാണുന്നത്. അപ്പോൾ ശരിക്കും ഞാൻ എന്തിനാണ് വന്നത് എന്നുള്ള പർപ്പസ് അവർക്ക് തന്നെ മറന്നുപോയി. ബിക്കോസ് ഷീ ഈസ് ഇൻ എ ഡിഫറെൻറ്റ് അറ്റ്മോസ്ഫിയർ. ഓക്കെ, അതുകൊണ്ട് നെക്സ്റ്റ് സ്റ്റാൻസ ഐ കെയിം ടു എക്സ്പ്ലോർ ദ റെക്ക്. ഇനി അവരെന്തിനാണ് വന്നതെന്നുള്ള പർപ്പസ് മനസ്സിലാക്കുകയാണ് കേട്ടോ. ഐ കെയിം ടു എക്സ്പ്ലോർ ദ റെക്ക്. ദ വേർഡ്സ് ആർ പേർപ്പസസ്. The words are maps. I came to see the damage that was done and the treasures that prevail. I stroked the beam of my lamp slowly along the flank of something more permanent than fish or a weed. എന്താ, ഐ കെയിം ടു എക്സ്പ്ലോർ ദ റെക്ക്. അതായത് പിന്നെ അവർ മനസ്സിലാക്കുകയാണ് എന്തായിരുന്നു തൻ്റെ ഇൻറ്റൻഷൻ. ഇറ്റ് വാസ് ടു സീ ദ റെക്ക്. എന്താണ്, റെക്ക് കാണാനായിട്ട്, ആ തകർച്ച കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അതായത് ഇവിടെ റെക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്ന ലൈഫിൽ വരുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. നമ്മളെ ലൈഫിൽ വരുന്ന പല കാര്യങ്ങളും ഉണ്ടാകും അല്ലേ, നമ്മൾ തകർന്നു പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനാണ്, ഇല്ലെങ്കിൽ തൻ്റെ എക്സ്പീരിയൻസസിനെ വീണ്ടും ഒന്ന് പുതുക്കാനായിട്ടാണ് ഞാൻ വന്നത്. ദ വേർഡ്സ് ആർ പേർപ്പസസ്. എന്താണ്, നമ്മുടെ വേർഡ്, നമ്മുടെ പ്രവർത്തികൾക്ക് തന്നെ എന്തുണ്ട്, ഒരു പേർപ്പസ് ഉണ്ട്. ഓക്കെ, ദ വേർഡ് ഓഫ് എ വുമൺ. ഓക്കെ, അതായത് സമൂഹത്തിൽ പല കാര്യങ്ങൾ നടക്കുമ്പോൾ സ്ത്രീകൾക്കായിട്ട് അവരുടേതായ വോയിസ് ഉണ്ട്. ആ വോയിസ് ആണ് എന്ത്, അവരുടെ പർപ്പസ്. ഓക്കെ, ദ വേർഡ്സ് ആർ മാപ്സ്. നമ്മളെ ലീഡ് ചെയ്യുന്നത് എന്താണ്, ആ വാക്കുകളാണ്. ഐ കെയിം ടു സീ ദ ഡാമേജ് ദാറ്റ് വാസ് ഡൺ ആൻഡ് ദ ട്രഷേഴ്സ് ദാറ്റ് പ്രിവെയിൽ. എന്താണ്, എന്തൊക്കെ ഡാമേജസും എന്തൊക്കെ നല്ല കാര്യങ്ങളുമാണ് എൻ്റെ ജീവിതത്തിൽ വന്നത്, എൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസസുകൾ എന്തൊക്കെയാണോ ഉണ്ടായിരുന്നത്, ഡാമേജസ് എന്തായിരുന്നു, അതാണ് ഇവിടെ റെക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആ റെക്ക് കാണാൻ വേണ്ടി അവരെന്ത് ചെയ്യണം, ഐ സ്ട്രോക്ക് ദ ബീം ഓഫ് മൈ ലാമ്പ് സ്ലോലി അലോങ് ദ ഫ്ലാങ്ക്. അവർ ആ ലൈറ്റും കൊണ്ട് എന്ത് ചെയ്യാണ്, ഈ റെക്ക് കാണാൻ വേണ്ടി, കടലിൻ്റെ അടിയിലെ തകർച്ചകൾ കാണാൻ വേണ്ടി ലാമ്പുമായി പോവുകയാണ്. സോ ദർ ഷീ ക്യാൻ സീ എന്താണ്, ഹെർ ഓൺ ലൈഫ്. പക്ഷേ പോയത്തിൽ അങ്ങനെയല്ല. പോയത്തിൽ എന്താ കാണുന്നത്, അവിടെയുള്ള സ്ലോലി അലോങ് ദ ഫ്ലാങ്ക് ഓഫ് സംതിങ് മോർ പെർമനൻറ്റ് ദാൻ ഫിഷ് ഓർ വീഡ്. അതായത് അവിടെ ഫിഷിനും ഒരു ചെടിക്കും മീനും ഉള്ളതിനേക്കാളും പെർമനൻ്റ് ആയിട്ടുള്ള മറ്റ് പല കാര്യങ്ങളും കാണാനായിട്ടാണ് അവർ വരുന്നത്. എന്താണത്, ദ അക്വാട്ടിക് ലൈഫ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാൻസ The thing I came for, the wreck, and not the story of the wreck. The thing itself is not the myth. In the drowned face always staring toward the sun, the evidence of damage, worn by salt and sway into this threadbare beauty, the ribs of the disaster, curving their assertion among the tentative haunters. അതായത് ഈ കവിത ആദ്യം തുടങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞു ദ ബുക്സ് ഓഫ് മിത്ത് എന്നൊക്കെ പറഞ്ഞല്ലേ, മിത്തൊക്കെ വായിച്ച് പഠിച്ചൊക്കെയാണ് ആര് വന്നത്, നമ്മുടെ സ്പീക്കർ ഈ ഒരു റെക്ക് കാണാൻ വേണ്ടി വന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ടൈറ്റാനിക് മുങ്ങിപ്പോയി, അതിനെ കാണാൻ വേണ്ടി ഇപ്പോഴും ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, അണ്ടർ വാട്ടറിലേക്ക് പോകുന്നുണ്ട്, അണ്ടർ ദ സീ പോകുന്നുണ്ട്. അതുപോലെ നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ പോയപ്പോൾ ദ തിങ് ഐ കെയിം ഫോർ ദ റെക്ക് ആൻഡ് ദ നോട്ട് ദ സ്റ്റോറി ഓഫ് ദി റെക്ക്, ദ തിങ് ഇറ്റ് സെൽഫ് ആൻഡ് ഇറ്റ് നോട്ട് ദ മിത്ത്. എന്തല്ല, അത് മിത്തല്ല, ആ സംഭവം തന്നെയാണ്. ദ ഡ്രൗണ്ട് ഫേസസ് ഓൾവേസ് സ്റ്റെയറിങ് ടുവേർഡ്സ് ദ സൺ. എന്താണ്, ആ മുങ്ങിപ്പോയ മുഖം ഇപ്പോഴും സണ്ണിനെ നോക്കി, അതായത് ഒരു ന്യൂ ലൈഫ് എക്സ്പെക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, ടുവേർഡ്സ് ദ സൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദർ ഇസ് എ ഹോപ്പ്. ഓക്കെ, ദ എവിഡൻസ് ഓഫ് ഡാമേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഡാമേജിൻ്റെ തെളിവുകൾ എന്ന് പറയുന്നത് വൺസ് ഓൺ എക്സ്പീരിയൻസ് ആണ് അല്ലേ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ്. ഓക്കെ, സോ ദ ഡ്രൗണ്ട് ഫേസ് മീൻസ് ദ പെർമനൻസ് ഓഫ് ദി ഡിസാസ്റ്റർ ആണ്. എവിഡൻസ് ഓഫ് ഡാമേജ് എന്ന് പറയുന്നത് ഇവിടെ ഫൈൻഡിങ് വൺസ് ഓൺ സെൽഫാണ്. ഓക്കെ,
And the salt and swaying to the threadbare beauty, the ribs of the disaster, curving their assertion among the tentative haunters. അതായത് ആ അണ്ടർ വാട്ടർ ബ്യൂട്ടിയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, എല്ലാം കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്? ആ റെക്കിൻ്റെ റിമെയിൻസ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ പ്രസൻസ് ഇപ്പോഴും അവിടെ ഉണ്ട്. This is the place and I am here, the mermaid whose dark hair streams black, the merman in his armed body. We circle silently about the wreck. We dive into the hold. I am she, I am he. അതായത് ഈ പോയത്തിൻ്റെ അവസാന സ്റ്റാൻഡ്സിലേക്ക് വരികയാണ് കേട്ടോ. അവിടെ കാണുന്ന കാഴ്ചകൾ പറയാണ് സ്കൂബ ഡൈവ് ചെയ്തപ്പോൾ. ദിസ് ഇസ് ദ പ്ലേസ്, ഈ സ്ഥലം. ഓക്കെ, അവിടെ എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ഐ ആം ഹിയർ, ഞാനിപ്പോൾ ഇവിടെ ഉണ്ട്. ദ മേമെയ്ഡ് whose dark hair streams black, merman in his armored body. അവിടെ എന്തിനെ കാണുന്നുണ്ട്? മെർമെയ്ഡിനെയും അതുപോലെ തന്നെ മെർമാനെയും കാണുന്നുണ്ട്. അതിൽ മെർമെയ്ഡിന് ബ്ലാക്ക് ഹെയറാണ്. അതുപോലെ മെർമാനാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ റെക്കിനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വി സർക്കിൾ സൈലൻ്റ്ലി. എന്ത് ചെയ്യുന്നു? ഇവർ വളരെ പതിയെ ഈ റെക്കേജിന് ചുറ്റും എന്ത് ചെയ്യാണ്? ആ കാഴ്ചകൾ കാണുകയാണ്. വി ഡൈവ് ഇൻ ടു ദ ഹോൾഡ്. ഐ ആം ഷീ, ഐ ആം ഹീ എന്ന് പറയുന്നത് ആ അണ്ടർ വാട്ടർ എക്സ്പ്ലോറേഷനാണ്. അപ്പോൾ അവിടെ ഐ ആം ഷീ, ഐ ആം ഹീ എന്ന് വെച്ചാൽ ഇവിടെ മെർമെയ്ഡും ഞാനാണ്, മെർമാനും ഞാനാണ് എന്ന് പറയാണ്. ഓക്കെ, സോ ബോത്ത് ആർ എക്സ്പ്ലോറിങ് ടുഗെദർ. ബോത്ത് ആർ ഇൻസൈഡ് ഹർ. ഹൂസ് ഡ്രൗൺഡ് ഫേസ് സ്ലീപ്സ് വിത്ത് open eyes, whose breasts still bear the stress, whose silver, copper, vermeil cargoes lies obscurely inside barrels, half wedged and left to rot. We are half destroyed instruments that once held a course, the water-eaten log, the fouled compass. എന്താ പറയുന്നത് ഇവിടെ സ്വയം സെൽഫിനെ തന്നെ കമ്പയർ ചെയ്യാണ്. ഹൂസ് ഡ്രൗൺഡ് ഫേസ് സ്ലീപ്സ് വിത്ത് ഓപ്പൺ ഐസ്, ഹൂസ് ബ്രസ്റ്റ് സ്റ്റിൽ ബെയർ സ്ട്രെസ്. എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ആ ഡ്രൗൺഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിനെ എന്തു പറയാണ്? അവർ ഡൈഡാണ്, ഇല്ലെങ്കിൽ ലൈഫ്ലെസ് ആണ്, അവരുടെ കണ്ണുകൾ തുറന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? പാസ്റ്റ് സ്ട്രഗിളിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അവരുടെ ആ പോയറ്റിൻ്റെ മുമ്പുണ്ടായിരുന്ന അനുഭവങ്ങളെയാണ് പറയുന്നത്. ബ്രസ്റ്റ് സ്റ്റിൽ ബെയർ സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും അവരുടെ ചെസ്റ്റുകൾ സ്ട്രെസ്സിലാണ് എന്ന് വെച്ചാൽ ഇറ്റ്സ് അബൌട്ട് ഹെർ ഓൺ ബോഡി. ഓക്കെ, ബിലോങ്ങിങ്സ് സിൽവർ, കോപ്പർ, വെർമെയിൽ കാർഗോ ഒബ്സ്ക്യൂർലി ഇൻസൈഡ് ബാരൽസ്. അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. സിൽവറും ഗോൾഡും എന്ന് വെച്ചാൽ അവരുടെ സമ്പാദ്യമൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പിന്നീട് കുറച്ചും കൂടി വലിയൊരു ഡീപ്പർ മീനിങ്ങിലേക്ക് പോവാണ്. ദ സ്പീക്കർ ദെൻ ഷിഫ്റ്റ്സ് ദ ഫോക്കസ് ടു ബ്രോഡർ പെർസ്പെക്റ്റീവ് ദാറ്റ് വൺ സെൽഫ് ആൻഡ് അതേഴ്സ് ഹാഫ് ഡിസ്ട്രോയിഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ദാറ്റ് വൺസ് ഗൈഡഡ് ബൈ ദി പേർപ്പസ്. നമ്മുടെ ജീവിതത്തിന് എല്ലാത്തിനും എന്തുണ്ട്? പേർപ്പസ് ഉണ്ടായിരുന്നു അല്ലേ? പർപ്പസുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം എന്താണ്? ഹാഫ് ഡിസ്ട്രോയിഡ് ഇൻസ്ട്രുമെൻറ്റ്സ് പോലെയാണ്. ഓക്കെ, വി ഓൾ ആർ കമ്പയർഡ് ടു വോൺ ഇൻസ്ട്രുമെൻറ്റ്സ്. അതായത് നശിച്ചുകൊണ്ടിരിക്കുന്ന ഇൻസ്ട്രുമെൻറ്റുമായിട്ട് നമ്മുടെ ജീവിതത്തെയൊക്കെ കമ്പയർ ചെയ്യാണ്. അതായത് നമ്മളെല്ലാവർക്കും ലൈഫിൽ ഒരു സിറ്റുവേഷൻ എന്ത് വരും? നമ്മളൊന്നുമില്ല, പർപ്പസ് ഇല്ലാതെ ജീവിക്കുകയാണോ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവും. അതാണ് ഇവിടെ അവസാനമായിട്ട് പറയുന്നത്. ഇനി ലാസ്റ്റ് സ്റ്റാൻസ, ഈ ലൈൻസിലാണ് ഇപ്പോൾ തീം ഇരിക്കുന്നത്. ഇവിടെ ഹ്യൂമൻ കണ്ടീഷനൊക്കെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. We are, I am, you are, by cowardice or courage, the one who's find our way back to the scene, carrying a knife, a camera, a book of myths in which our names do not appear. വി ആർ നമ്മൾ, ഐ ആം ഞാൻ, യു ആർ നിങ്ങൾ, എല്ലാവരും എന്താണ്? ബൈ കൊവേർഡിയസ് എന്ന് പറഞ്ഞാൽ ഭീരുത്വമാണ്, ഓർ കറേജ് ധൈര്യമാണ്. ഇത് വെച്ച് ദ വൺ ഹൂ ഫൈൻഡ്സ് അവർ വേ ബാക്ക് ടു ദ സീൻ. എന്താണ്? നമ്മൾ ഈ ഒരു സീനിൽ നിന്നും, ഈ കടലിൻ്റെ അടിയിൽ നിന്നും ഉയർന്നു വരികയാണെങ്കിൽ, നമ്മുടേതായ ധൈര്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നമ്മുടേതായ വഴി കണ്ടെത്തി വരികയാണെങ്കിൽ, അതായത് നമ്മുടെ ഈ ലൈഫിലെ എല്ലാ സിറ്റുവേഷൻസിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ട് വരികയാണെങ്കിൽ, ക്യാരിങ് എ നൈഫ്, ഒരു കത്തിയും പിടിച്ച്, എ ക്യാമറ, എ ബുക്ക് ഓഫ് മിത്സ് ഇൻ വിച്ച് ആർ നെയിംസ് ഡു നോട്ട് അപ്പിയർ എന്ന് വെച്ചാൽ നമ്മുടെ മാത്രം കഥകൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സർവൈവലും നമ്മുടെ ഒബ്സർവേഷനും നമ്മുടെ സ്റ്റോറി ടെല്ലിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വരികയാണെങ്കിൽ നമ്മുടെ ലൈഫിനൊക്കെ എന്തുണ്ട്? നമ്മുടേതായ ഒരു പേഴ്സണൽ നറേറ്റീവ് ഉണ്ട്. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഇമ്മോർട്ടലൈസ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുവരുന്നത് എന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ ഈ പോയം മൊത്തം എന്താണ്? ഒരു സെൽഫ് ആക്സെപ്റ്റൻസ് ആണ്. നമ്മളെ നമ്മളായിട്ട് എന്ത് ചെയ്യുക?
ആക്സെപ്റ്റ് ചെയ്യുക, നമ്മൾ തന്നെ സ്വയം നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അതായത് എല്ലാ കാര്യത്തിലും നമ്മൾ ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ഐഡൻറ്റിറ്റി, നമ്മുടെ സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് ഒക്കെയാണ് ഈ പോയത്തിൻ്റെ തീമായിട്ട് വരുന്നത്. ഓക്കെ, സോ ഈ ഒരു യാത്ര എന്ന് പറയുന്നത്, അവരുടെ സ്കൂബ ഡൈവിംഗ് എന്നുള്ള യാത്ര ഒരു സെൽഫ് ഡിസ്കവറി ആയിരുന്നു. തിരിച്ചവർ ഒരു പുതിയ മനുഷ്യനായിട്ട് വരികയാണ് അല്ലേ, ഒരുപാട് എക്സ്പീരിയൻസും കൊണ്ട് പഠിച്ച് വരികയാണ്. അതേപോലെ ഇവിടെ നമ്മളോടും അതുപോലെ ആവാൻ പറയുകയാണ്. വി ആർ, യു ആർ ആൻഡ് ഐ ആം, എല്ലാവരും. ഓക്കെ, ഈ പോയം മനസ്സിലായി വിചാരിക്കുന്നു. താങ്ക് യു.